ഇനി നമുക്ക് ജനയുഗത്തിലേക്ക് പോകാം. അസൻകയുടെ നെറ്റിന് ചെറിയ ഇഷ്യൂ ഉണ്ടെന്ന് അറിയിക്കട്ടെ. പക്ഷെ എന്നിരുന്നാൽ പോലും ജനയുഗ പത്രത്തിന്റെ വാർത്തകളും വിശേഷങ്ങളുമായി അസൻകോയ മാസ്റ്റർ നമ്മളോടൊപ്പം ചേരും. അസൻക, സ്വാഗതം. താങ്ക് യു സുനിൽജി. കോഴിക്കോട് ജനയുഗത്തിലെ കുറച്ച് വാർത്തകൾ. നെറ്റ് ഇഷ്യൂ നന്നായിട്ടുണ്ട്. 2 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ്. കശ്മീരിൽ 3 ഘട്ടം എന്ന ഒരു വാർത്തയാണ് തലക്കെട്ടായി നൽകിയിരിക്കുന്നത്. കേന്ദ്രഭരണ പ്രദേശങ്ങളായ ജമ്മു കാശ്മീരിലെയും ഹരിയാനയിലെയും തെരഞ്ഞെടുപ്പ് തീയതികൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. സെപ്റ്റംബർ 30-ന് മുമ്പ് ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് സുപ്രീം കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. ജമ്മു കാശ്മീരിലെ 90 മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതികളാണ് കമ്മീഷൻ പ്രഖ്യാപിച്ചത്. 3 ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടത്തുക. ആദ്യ ഘട്ടത്തിൽ 24, രണ്ടാം ഘട്ടത്തിൽ 26, മൂന്നാം ഘട്ടത്തിൽ 40 മണ്ഡലങ്ങളിലായിരിക്കും തെരഞ്ഞെടുപ്പ്. സെപ്റ്റംബർ 18, 25, ഒക്ടോബർ 1 തീയതികളിൽ വോട്ടെടുപ്പ് നടക്കും. ഒക്ടോബർ 4-നാണ് വോട്ടെണ്ണൽ. യഥാക്രമം 20, 29, അടുത്ത മാസം 5 തീയതികളിലാണ് വിജ്ഞാപനം പുറപ്പെടുവിക്കുക. പ്രത്യേക പദവി റദ്ദാക്കിയതിനു ശേഷം നടക്കുന്ന ആദ്യ പൊതു വിധിയെഴുത്താണ് ഇക്കുറി നടക്കുന്നത്. ജമ്മു കാശ്മീരിൽ 87.09 ലക്ഷം വോട്ടർമാരാണ് ഉള്ളത് എന്നൊക്കെയുള്ള വിശദമായ വാർത്തയാണ്. മറ്റു വാർത്തകൾ. ആട്ടം മികച്ച ചിത്രം. ഋഷഭ് ഷെട്ടി നടൻ, നിത്യ മേനോനും മാനസി പരേഖും നടിമാർ എന്ന തലക്കെട്ടോടെയുള്ള ദേശീയ ചലച്ചിത്രോത്സവവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ന്യൂഡൽഹിയിൽ നിന്ന്. 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ മലയാളത്തിന് അഭിമാന നേട്ടം. ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടി. 2022-ലെ ദേശീയ പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത്. കാന്താര എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഋഷഭ് ഷെട്ടി മികച്ച നടനുള്ള അവാർഡ് നേടിയപ്പോൾ ധനുഷ് നായകനായ തമിഴ് ചിത്രം തിരച്ചിത്രമ്പലത്തിലെ അഭിനയത്തിന് നിത്യ മേനോനും കച്ച് എക്സ്പ്രസിലെ അഭിനയത്തിന് മാനസ പരേഖും മികച്ച നടിമാർക്കുള്ള പുരസ്കാരം പങ്കിട്ടു. ജോഷി ബെനഡിക്ട് സംവിധാനവും ആനിമേഷനും നിർവഹിച്ച എ കോക്കനട്ട് ട്രീയാണ് മികച്ച ആനിമേഷൻ ചിത്രം. നോൺ ഫീച്ചർ വിഭാഗത്തിൽ മറിയം ചാണ്ടി മേനാച്ചേരി മികച്ച സംവിധായികയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹയായി. ഫ്രം ദ ഷാഡോസ് എന്ന ചിത്രത്തിന്റെ സംവിധാനത്തിനാണ് അവാർഡ് എന്നൊക്കെയുള്ള മറ്റ് വിശദമായ വാർത്ത ഇപ്പൊ നമ്മൾ കേട്ടതാണ്. ഇതാണ് അതുമായി ബന്ധപ്പെട്ട്. കാതൽ മികച്ച ചിത്രം. പൃഥ്വിരാജ് നടൻ എന്ന ഒരു വാർത്ത കൂടി ഒപ്പം വരുന്നുണ്ട്. ഇവരുടെയൊക്കെ ചിത്രസഹിതമുള്ള റിപ്പോർട്ടാണ്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവുമായി ബന്ധപ്പെട്ട് സ്വന്തം ലീഗ് തിരുവനന്തപുരത്ത് 2023-ലെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച് ജിയോ ബേബി സംവിധാനം ചെയ്ത കാതൽ ദി കോർ ആണ് മികച്ച ചിത്രം. തിരുവനന്തപുരത്ത് സാംസ്കാരിക മന്ത്രി സജി ചെറിയാനാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. വാർത്തയാണ്. AISFന് ഉജ്ജ്വല വിജയം എന്ന ഒരു വാർത്തയുണ്ട്. 56 സ്കൂളുകളിൽ AISF യൂണിയൻ നേടി. നിരവധി സ്കൂളുകൾ യൂണിയന്റെ ഭാഗമാവാനും AISFന് സാധിച്ചു എന്നൊക്കെയുള്ള വാർത്ത. വനിതാ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകം രാജ്യത്ത് പ്രതിഷേധം കത്തുന്നു എന്ന ഒരു വാർത്ത. 6 മണിക്കൂറിനുള്ളിൽ കേസ് രജിസ്റ്റർ ചെയ്യണം കേന്ദ്രം. കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാകുന്നു. ഇന്നലെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രതിഷേധം നടത്തി. ഇന്ന് രാവിലെ 6 മുതൽ 24 മണിക്കൂറിൽ പ്രതിഷേധിക്കാൻ IMA ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അവശ്യ സർവീസുകൾ ഒഴികെയുള്ളവയോട് പ്രതിഷേധത്തിന്റെ ഭാഗമാകാൻ സംഘടന ആവശ്യപ്പെട്ടു. കേരളത്തിലെ സംസ്ഥാനതല പ്രതിഷേധം തിരുവനന്തപുരത്ത് നടക്കും. മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുമ്പിൽ രാവിലെ 9-ന് ആരംഭിക്കുന്ന ധർണ IMA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് ബെനവൻ ഉദ്ഘാടനം ചെയ്യുമെന്നൊക്കെയുള്ള വിശദമായ റിപ്പോർട്ട്. സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമെന്ന ഒരു വാർത്തയുണ്ട്.
ഞാൻ നെറ്റ് ഇഷ്യൂ കാരണം എന്റെ വാർത്ത ശരിക്കും ഓപ്പൺ ആയി വരുന്നില്ല. ഇന്ത്യൻ ട്രൂത്ത് ന്യൂസ് പേപ്പർ ടുഡേ ദിനപത്രങ്ങളിലൂടെ ഉള്ള ഇന്നത്തെ വാർത്താ വായന ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു മോഡറേറ്റേഴ്സ്. താങ്ക് യു ഷിലിൻജി. താങ്ക് യു അസൻക. പ്രാധാന്യമുള്ള നിരവധി വാർത്തകൾ തന്നെ അസൻകോയ മാസ്റ്റർ നമുക്കൊപ്പം പങ്കുവയ്ക്കേണ്ടായി. സാങ്കേതികമായിട്ട് ചില തടസ്സങ്ങളുണ്ട്. അസൻക കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നു നെറ്റ്വർക്ക് ഇഷ്യൂ ക്ലിയർ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് നല്ല വാർത്തകളെ കേട്ട് വീണ്ടും നമ്മളോടൊപ്പം സജീവമായിട്ട് ചേരണമെന്നും കൂടെ അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കേൾവിയുടെ പുതുവസന്തം തീർത്ത ഇന്ത്യൻ ട്രൂത്ത് ന്യൂസ് പേപ്പർ ടുഡേ 1162 നിൽക്കുമ്പോൾ വിവിധ പത്രങ്ങളിലൂടെയുള്ള പ്രഭാത വാർത്താ സഞ്ചാരം 45 മിനിറ്റ് നമ്മൾ പിന്നിടുകയാണ്. എന്നിലേക്ക് എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഷെമീനയിലേക്ക് പോകാം. ഓൺലൈൻ വാർത്തകളും വിശേഷങ്ങളുമായി ഷെമീന നമ്മളോടൊപ്പം ചേരുന്നു. ഷെമീന, സ്വാഗതം. അസൻക ഒന്ന് മ്യൂട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസൻക ഒന്ന് മ്യൂട്ട് ചെയ്യണം. ഷെമീന, സ്വാഗതം. കേൾക്കാമെങ്കിൽ ഷെമീന, സ്വാഗതം. ഓൺലൈൻ വാർത്തകളും വിശേഷങ്ങളുമായി ഷെമീന. താങ്ക് യു ഷിലിൻജി. നമസ്കാരം. ഓൺലൈൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2024 ഓഗസ്റ്റ് 17 ശനി. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 46 ഗുസ്തി കരിയർ 2032 വരെ തുടരുമെന്നും ദൗർഭാഗ്യകരമായ സാഹചര്യത്തിലാണ് വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നതെന്നും സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച തുറന്ന കത്തിൽ വനിതാ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട്. പാരീസ് ഒളിമ്പിക്സിലെ അയോഗ്യത ചോദ്യം ചെയ്ത് വിനേഷ് ഫോഗട്ട് കായിക തർക്ക പരിഹാര കോടതിയിൽ നൽകിയ അപ്പീൽ തള്ളിക്കളഞ്ഞതിന് പിന്നാലെയാണ് വിനേഷിന്റെ പ്രതികരണം. പാരീസ് ഒളിമ്പിക്സിനിടെ 5.5 മണിക്കൂർ നീണ്ട അതിതീവ്രമായ ഭാരം കുറയ്ക്കലിനൊടുവിൽ വനിതാ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് മരിച്ചു പോകുമെന്ന് ഭയപ്പെട്ടിരുന്നതായി പരിശീലകൻ വോളർ അക്കോസ്. കഠിന ശ്രമത്തിനിടെ വിനേഷ് തളർന്നു വീഴുക പോലുമുണ്ടായതായി അദ്ദേഹം വെളിപ്പെടുത്തി. ഫേസ്ബുക്കിലാണ് അദ്ദേഹം കുറിപ്പ് പങ്കുവച്ചത്. പിന്നാലെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. ബംഗ്ലാദേശിലെ ഇടക്കാല ഭരണാധികാരി മുഹമ്മദ് യൂനിസ് ഫോണിൽ ബന്ധപ്പെട്ടുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ചും അക്രമബാധിത രാജ്യത്ത് ഹിന്ദുക്കളുടെയും മറ്റ് ന്യൂനപക്ഷ സമുദായങ്ങളുടെയും സുരക്ഷയെക്കുറിച്ചും ചർച്ച ചെയ്തെന്നും ഹിന്ദുക്കളുടെയും ന്യൂനപക്ഷങ്ങളുടെയും സംരക്ഷണവും സുരക്ഷയും മുഹമ്മദ് യൂനിസ് ഉറപ്പു നൽകിയതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. വരാനിരിക്കുന്ന ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച് നാഷണൽ കോൺഫറൻസ് പ്രസിഡന്റും മുൻ മുഖ്യമന്ത്രിയുമായ ഫറൂഖ് അബ്ദുള്ള. കാശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിച്ചാൽ മാത്രമേ തന്റെ മകൻ ഒമർ അബ്ദുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച പ്രതീക്ഷിച്ചതിലും മികച്ചതാണെന്നും 2027ഓടെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി രാജ്യം മാറുമെന്നുമാണ് പ്രതീക്ഷയെന്നും IMF ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ ഗീത ഗോപിനാഥ് ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിലാണ് അവരുടെ പ്രതികരണം. മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദ ബോസ്. ബംഗാളിൽ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയാണെന്നും സ്ത്രീത്വത്തിന് അപമാനകരമായ സംഭവമാണ് നടന്നതെന്നും ഗവർണർ തുറന്നടിച്ചു. ഗവർണർ എന്ന നിലയിൽ ഭരണഘടനാ പദവി ഉപയോഗിച്ച് എന്ത് ചെയ്യുമെന്നത് ഇപ്പോൾ പറയുന്നില്ല. കേന്ദ്ര സർക്കാരിനെ കാര്യങ്ങൾ അപ്പോൾ അറിയിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കൊൽക്കത്തയിലെ ആർജിക്കർ ആശുപത്രിക്ക് നേരെ അതിക്രമമുണ്ടായ സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി ഹൈക്കോടതി. സർക്കാർ സംവിധാനത്തിന്റെ സമ്പൂർണ്ണ പരാജയം എന്നാണ് കോടതിയുടെ വിമർശനം. ആശുപത്രി അടച്ചുപൂട്ടുമെന്നും രോഗികളെ മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ആശുപത്രിക്ക് നേരെയുണ്ടായ ആക്രമണത്തെക്കുറിച്ച് ലഭിച്ച ഇമെയിലുകളുടെ അടിസ്ഥാനത്തിലാണ് വിഷയം പരിഗണിച്ചതെന്ന് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. കേന്ദ്ര പ്രതിരോധ വകുപ്പ് സെക്രട്ടറിയായി 1989 ബാച്ച് കേരള കേഡർ IAS ഉദ്യോഗസ്ഥൻ രാജേഷ് കുമാർ സിംഗിനെ നിയമിക്കും. ഇത് സംബന്ധിച്ച ശുപാർശയ്ക്ക് കേന്ദ്ര ക്യാബിനറ്റ് സമിതി അംഗീകാരം നൽകി. ഗിരിധർ അരമനയുടെ പകരക്കാരനായാണ് രാജേഷ് കുമാർ സിംഗിന്റെ നിയമനം. ഏഷ്യാനെറ്റ് ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാറിനെതിരെ അപമാനകരമായ പരാമർശം നടത്തിയ കേസിൽ മേജർ രവിയോട് വിചാരണ കോടതിയിൽ കീഴടങ്ങാൻ ഹൈക്കോടതി ഉത്തരവ്. തനിക്കെതിരെ എറണാകുളം സൗത്ത് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദ് ചെയ്യണം എന്നാവശ്യപ്പെട്ട് മേജർ രവി നൽകിയ ഹർജി തീർപ്പാക്കിയാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ഉത്തരവ്. 2017 എറണാകുളത്ത് നടന്ന ചടങ്ങിൽ മേജർ രവി ഏഷ്യാനെറ്റ് ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്ററായ സിന്ധു സുകുമാറിനെതിരെ അപമാനകരമായ പരാമർശം നടത്തിയെന്നായിരുന്നു കേസ്. പകർപ്പ് അവകാശം ലംഘിച്ച് നൃത്താവിഷ്കാരം നടത്തിയെന്ന പരാതിയിൽ പ്രശസ്ത നർത്തകി മേതിൽ ദേവികയ്ക്ക് കോടതി നോട്ടീസ്. തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് നടപടി. തിരുവനന്തപുരം നിഷിലെ ഇംഗ്ലീഷ് അധ്യാപിക സിൽവി മാക്സിയുടെ പരാതിയിൽ മേതിൽ ദേവികയുടെ വിശദീകരണം തേടിയാണ് കോടതി നോട്ടീസ് നൽകിയത്.
സംവിധായകൻ മേജർ രവിക്കെതിരെ ധനകാര്യ സ്ഥാപനത്തെ പറ്റിച്ചെന്ന പരാതിയിൽ വഞ്ചനാ കുറ്റം ചുമത്തി കേസെടുത്തു. സെക്യൂരിറ്റി ജീവനക്കാരനെ നൽകാമെന്ന് പറഞ്ഞ് പണം തട്ടിയെന്നാണ് ധനകാര്യ സ്ഥാപനത്തിന്റെ പരാതി. മേജർ രവിയുടെ തണ്ടർ ഫോഴ്സ് സ്ഥാപനത്തിന്റെ സഹ ഉടമകളും കേസിൽ പ്രതികളാണ്. കോടതി നിർദ്ദേശപ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പാനൂരിൽ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ആഹ്ലാദ പ്രകടനത്തിനിടെ സംഘർഷം. SFI, MSF പ്രവർത്തകർ തമ്മിലാണ് പ്രശ്നമുണ്ടായത്. സംഘർഷത്തിൽ ഇരു വിഭാഗത്തിലും പെട്ട 6 പ്രവർത്തകർക്ക് പരിക്കേറ്റു. സംഭവത്തെ തുടർന്ന് MSF പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. കോഴിക്കോട് വടകരയിൽ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര വടകര ശാഖയിൽ തട്ടിപ്പ്. പണയം വെച്ച 26 കിലോ സ്വർണവുമായി ബാങ്ക് മാനേജർ മുങ്ങി. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര വടകര ശാഖ മാനേജർ തമിഴ്നാട് സ്വദേശി മധു ജയകുമാറാണ് തട്ടിപ്പ് നടത്തിയത്. 17 കോടി രൂപയുടെ തട്ടിപ്പ് ബാങ്ക് മാനേജറുടെ സ്ഥലമാറ്റത്തോടെയാണ് പുറത്തായത്. കേസുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ ബാങ്ക് അധികൃതർ തയ്യാറായിട്ടില്ല. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസത്തേക്കുള്ള മഴ സാധ്യത പ്രവചിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആഗസ്റ്റ് 20 വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. NSSനെതിരെ വ്യാജ പ്രചരണം നടക്കുന്നതായി ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. ജനറൽ സെക്രട്ടറിക്കും ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കുമെതിരെ അറസ്റ്റ് വാറന്റ് എന്ന രീതിയിൽ വ്യാജ പ്രചരണം നടക്കുന്നുവെന്നാണ് ആരോപണം. വിജിലൻസിന്റെ പുതിയ മേധാവിയായി ചുമതലയേറ്റ ADGP യോഗേഷ് ഗുപ്തയ്ക്ക് DGPയായി സ്ഥാനക്കയറ്റം. BSF ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് കേന്ദ്ര സർക്കാർ മാറ്റിയ നിതിൻ അഗർവാൾ കേരളത്തിലേക്ക് എത്താത്ത സാഹചര്യത്തിലാണ് സ്ഥാനക്കയറ്റം. തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്ന് ഭവന ആനുകൂല്യം ലഭിച്ച് നിർമ്മിച്ച വീട് 7 വർഷം കഴിഞ്ഞ് വിൽക്കാൻ അനുവാദം നൽകുമെന്ന് എറണാകുളം ജില്ലാ അദാലത്തിൽ പങ്കെടുക്കുന്നതിനിടെ മന്ത്രി MP രാജേഷ് വ്യക്തമാക്കി. 2024 ജൂലൈ 1-ാം തീയതിക്ക് ശേഷം ഭവന ആനുകൂല്യം ലഭിക്കുന്നവർക്ക് ആ വീടുകൾ കൈമാറുന്നതിന് മുമ്പുള്ള സമയപരിധി 7 വർഷമാക്കി ചുരുക്കിക്കൊണ്ട് ഈ വർഷം ജൂലൈ 1-ന് ഉത്തരവ് പുറത്തിറങ്ങിയിരുന്നു. ആയുഷ് മേഖലയിൽ ഈ സാമ്പത്തിക വർഷം 207.9 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് അംഗീകാരം ലഭ്യമാക്കിയതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. താൽക്കാലിക ആയുഷ് ഡിസ്പെൻസറികൾ ഉൾപ്പെടെയുള്ള എല്ലാ സർക്കാർ ആയുഷ് ചികിത്സാ സ്ഥാപനങ്ങൾക്കും ആവശ്യ മരുന്നുകളും കണ്ടിജൻസി ഫണ്ടുകളും ലഭ്യമാക്കും. നിർണയ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ വിവിധ സർക്കാർ ലബോറട്ടറികൾക്ക് 20 ലാബ് ജീവനക്കാരുടെ സേവനം ലഭ്യമാക്കുമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ഒരു വാർത്ത കൂടി. കാഫിർ സ്ക്രീൻഷോട്ട് പ്രശ്നം വിശദമായി വിശകലനം ചെയ്യുമ്പോൾ UDFന്റെ തെറ്റായ പ്രചാരണത്തിന്റെ ഭാഗമായി ഉയർന്ന ഒരു പ്രത്യേക സംസ്കാരമാണ് അതിലേക്ക് നയിച്ചതെന്നാണ് വ്യക്തമാകുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം ആദ്യം അറിഞ്ഞ ശേഷം വിശദീകരണം ചോദിക്കേണ്ടവരോടൊക്കെ ചോദിക്കുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പുറത്തു കൊണ്ടുവരണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതോടുകൂടി എന്റെ വാർത്താവായന ഇവിടെ പൂർണ്ണമാവുകയാണ്. എന്റെ വാർത്താവായന കേട്ടതിന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്മ നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഓവർ ടു ഷിലിൻജി. താങ്ക് യു ഷെമീന. പ്രാധാന്യമുള്ള നിരവധി വാർത്തകൾ, ഓൺലൈൻ വാർത്തകളും വിശേഷങ്ങളുമായി നമുക്കൊപ്പം പങ്കുവയ്ക്കേണ്ട ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 53 മിനിറ്റ് ആയിരിക്കുമ്പോൾ നമുക്കിനി ജന്മഭൂമിയിലേക്ക് ഒന്ന് പോകാം.